ഈമാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഹബീബിനോടുള്ള സ്നേഹമെന്ന് പറയുന്നത്. ഹബീബിനെ സ്നേഹിക്കുക എന്നത് തീർത്തും നമ്മൾ നമ്മുടെ കൂട്ടുകാരെയോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെയോ ബന്ധുജനങ്ങളെയോ സ്നേഹിക്കുന്നതിൻ്റെ ലാഘവത്തിൽ കാണേണ്ടതല്ല. ആ സ്നേഹങ്ങളൊന്നും നമ്മുടെ ഈമാനുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ്. ഞാൻ എൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു, അങ്ങനെ ഏത് സ്നേഹമാണെങ്കിലും അതൊന്നും നമ്മുടെ ഈമാനുമായി യാതൊരു കണക്ഷനും ഇല്ലാത്തതാണ്. എന്നാൽ പരസ്പരം സ്നേഹിക്കൽ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് താനും. പക്ഷെ ഒരു മനുഷ്യൻ്റെ ഈമാനിൻ്റെ പൂർത്തീകരണത്തിന് ഒരൊറ്റ സ്നേഹമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ആ സ്നേഹമാണ് മഹബ്ബത്തുർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുത്തുനബിയോടുള്ള സ്നേഹം. ആ ഒരു സ്നേഹം നമ്മുടെ കൽബിൽ ഉണ്ടായെങ്കിലാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം നടക്കുന്നത്. അതുകൊണ്ടാണല്ലോ 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാൻ്റെ ഹബീബ് പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വെറുതെ പറഞ്ഞതല്ല. കാരണം ഒരു മനുഷ്യൻ്റെ വിശ്വാസത്തിൽ അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടേണ്ടത് ഹബീബായ മുത്തുനബിയെയാണ്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക്, അഥവാ മാതാപിതാക്കളെക്കാളും ഭാര്യ സന്താനങ്ങളെക്കാളും ബന്ധുജനങ്ങളെക്കാളും എന്തെല്ലാമുണ്ടോ അവൻ സ്നേഹിക്കപ്പെടേണ്ട, അവനിൽ നിന്ന് സ്നേഹം ആഗ്രഹിക്കുന്ന ആരെല്ലാം എന്തെല്ലാമുണ്ടോ അവകളിൽ നിന്നെല്ലാം അവകളെക്കാളും ഏറ്റവും സ്നേഹിക്കപ്പെടേണ്ടത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അങ്ങനത്തെ ഒരവസ്ഥയിൽ നമ്മൾ എത്തിയാലല്ലാതെ ഒരിക്കലും തന്നെ ഒരു വിശ്വാസിയുടെ വിശ്വാസം പൂർണ്ണമാകുന്നില്ല. ഒരു വിശ്വാസിയാകൂല എന്നതിനർത്ഥമില്ല, നല്ല ശ്രദ്ധിക്കണം കേട്ടോ. പക്ഷെ ആ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം അവിടെ എന്ത് ചെയ്യൂല, നടക്കൂല എന്നുള്ളതാണ്. ചോറ് വയ്ക്കാൻ വേണ്ടി നമ്മൾ ഇരിക്കുകയാണ്, പ്ലേറ്റ് വെച്ചിട്ടുണ്ട്, ചോറ് വന്നിട്ടുണ്ട്, പൊരിച്ച മീൻ വന്നിട്ടുണ്ട്, പപ്പടം വന്നിട്ടുണ്ട്, അങ്ങനെ എന്തെല്ലാം അർക്കാനുകളുണ്ടോ അതൊക്കെ വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട റുക്കനാകുന്ന കറി വന്നിട്ടില്ല. നമ്മൾ ചോറ് വയ്ക്കും, പപ്പടമൊക്കെ പൊട്ടിച്ച് എല്ലാം കൂടി മിക്സാക്കിയിട്ട് ചോറ് വയ്ക്കും. പക്ഷെ എന്തേ കാരം അതങ്ങോട്ട് കബൂലാവൂല നമുക്ക്, അല്ലേ? ആ കറി ഇല്ലാത്തത് കൊണ്ട് തന്നെ ചോറ് വെച്ച് തീരോളം പെരക്കാര്യത്തിന് കുറ്റം പറയും, വെച്ച് തീരോളം പെരക്കാര്യത്തിന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പം എന്നതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണത്തിന്, വിശ്വാസത്തെ ഇത് ബാധിക്കുന്നില്ല എങ്കിലും ആ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണത്തിന് തീർച്ചയായും ഇതെന്താണ്, അത്യാവശ്യമാണ്. അതുകൊണ്ടല്ലേ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, സലാസത്തും മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. ഒരാളിൽ 3 കാര്യങ്ങളുണ്ടായാൽ, അഥവാ 3 കാര്യങ്ങൾ ഒരാൾ എത്തിച്ചു കഴിഞ്ഞാൽ, വജദ ഹലാവത്തൽ ഈമാൻ, അവൻ വിശ്വാസത്തിൻ്റെ മാധുര്യം നുണഞ്ഞവനാണ്, ഈമാനിൻ്റെ മധുരം അനുഭവിച്ചവനാണ്. 3 കാര്യങ്ങളുണ്ടാവണം. 3 ഞാൻ വിശദീകരിക്കണില്ല, 1 ഞാൻ പറഞ്ഞുതരാം. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, മഹാനാകുന്ന അനസ് റളിയല്ലാഹു തആല അൻഹു എന്ന റസൂലുള്ളാഹിന്റെ സന്തത സഹചാരിയായിട്ട് അവിടത്തേക്ക് സേവനം ചെയ്ത അനസ് റളിയല്ലാഹു അൻഹുവാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ബഹുമാനപ്പെട്ടവർ പറയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയിട്ട് ആരിലെങ്കിലും 3 കാര്യങ്ങൾ സമ്മേളിച്ചാൽ വജദ ഹലാവത്തൽ ഈമാൻ, അവന് ഈമാനിൻ്റെ മധുരം ലഭിക്കുന്നവനാണ്. ഒന്നാമതായി ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, കാനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അവൻ്റെ മാതാപിതാക്കളെക്കാളും മറ്റെന്തെല്ലാമുണ്ടോ എല്ലാറ്റിനേക്കാളും അള്ളാഹുവും അവൻ്റെ റസൂലുമായിരിക്കണം അവൻ്റെ ഏറ്റവും വലിയ ഇഷ്ടഭാജനങ്ങൾ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവൻ ഈമാനിൻ്റെ മധുരം അനുഭവിക്കുന്നതാണ്. അല്ലാതെ നമ്മുടെ ബിസിനസ്, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കള്, നമ്മുടെ മക്കളുടെ പോസ്റ്റുകൾ, ഇതൊന്നുമല്ല. ഇതൊക്കെ സ്നേഹിക്കപ്പെടേണ്ടതാണെങ്കിലും ഒരു മനുഷ്യൻ്റെ ഈമാനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈ പറയപ്പെട്ടതാണ്.
അപ്പോൾ ഈമാൻ എന്ന് പറയുന്നതിൻ്റെ രുചി ഒരു മനുഷ്യന് മനസ്സിലാകണമെങ്കിൽ അവനിലുണ്ടാകേണ്ട ഒന്നാമത്തത്, എല്ലാറ്റിനേക്കാളും അവൻ സ്നേഹിക്കപ്പെടേണ്ടത് ആരെയായിരിക്കണം? അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയുമായിരിക്കണം. അതുകൊണ്ടാണല്ലോ എല്ലാ വെള്ളിയാഴ്ചയിലെ ഖുത്ബയിലും ഒരു ആയത്ത് ഓതാറുണ്ട്. ആ ആയത്ത് ഉറങ്ങാത്ത ആളുകൾ കേൾക്കും. ഏതാണ്? യാ അയ്യുഹല്ലദീന ആമനൂ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദൻ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂല. ആരെങ്കിലും അല്ലാഹുവിനെയും അവൻ്റെ ഹബീബിനെയും വഴിപ്പെട്ടാൽ, ആ ആയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിലാണ് ആ സ്നേഹത്തിൻ്റെ താളാത്മകമായ അഭിസംബോധനം നടത്തിയിട്ടുള്ളത്. എന്നിട്ട് പറയാണ്, നിങ്ങൾ ആളുകളോട് മാർദ്ദവമായി സംസാരിക്കണം, പരുഷഭാവത്തോടെ കടിച്ചെത്തിയിട്ട് സംസാരിക്കരുത്, അതൊരു നല്ല ശീലമല്ല. എന്നിട്ട് പറയുന്നുണ്ട്, വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ മയമായിട്ട് സംസാരിക്കണം. എങ്ങനെ പറഞ്ഞ് വിശദീകരിച്ചിട്ട് അവസാനം ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് വമൻ യുതിഇല്ലാഹ വറസൂല, ആരെങ്കിലും അല്ലാഹുവിനെയും അവൻ്റെ ഹബീബിനെയും വഴിപ്പെട്ട് കഴിഞ്ഞാൽ ആ വഴിപ്പെടൽ തന്നെയാണ് സഹോദര അവരെ ഇഷ്ടം വെക്കലും. അങ്ങനെ ഒരാൾ വഴിപ്പെട്ടാൽ വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമ, അവൻ വമ്പിച്ച വിജയമാണ് വിജയിച്ചിട്ടുള്ളത്, ചില്ലറ വിജയമല്ല. ഫഖദ് ഫാസ ഫൗസൻ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നതിന് പകരം ഫഖദ് ഫാസ ഫൗസൻ അളീമ, അതിനൊന്ന് സ്പെഷ്യലൈസ് ചെയ്യുകയാണ്. വളരെ വമ്പിച്ച വിജയം. എന്തുണ്ടായാൽ? അള്ളാഹുവിനെയും അവൻ്റെ ഹബീബിനെയും ആരെങ്കിലും വഴിപ്പെട്ട് കഴിഞ്ഞാൽ. എന്നാലോ മറ്റൊരു സ്ഥലത്ത് അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വമൻ യഅസില്ലാഹ വറസൂലഹു, ആയത്ത് തുടങ്ങുന്നത് വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലം മുബീനാ. രണ്ടും നമ്മളെ പഠിപ്പിച്ചത് പരിശുദ്ധ ഖുർആൻ. അള്ളാനെയും അവൻ്റെ ഹബീബിനെയും വഴിപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹിൻ്റെ സുന്നത്തും അവിടത്തെയുടെ മദഹും അവിടത്തെയുടെ ചര്യയും ജീവിതത്തിൻ്റെ മുഖമുദ്രയാക്കി ഒരു മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞാൽ അവൻ ഉന്നതമായ വിജയത്തിലേക്ക് എത്തുമെന്നും, എന്നാൽ മറ്റൊരു സ്ഥലത്ത് അള്ളാഹിൻ്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വമൻ യഅസില്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും അവൻ്റെ ഹബീബിനെയും ധിക്കരിക്കുന്ന രീതിയിലുള്ള ഏത് ചെറിയതോ വലിയതോ ആയ പ്രവർത്തനങ്ങളിൽ നമ്മളിൽ നിന്നുണ്ടായാൽ ഫഖദ് ളല്ല ളലാലം മുബീനാ, അവൻ വ്യക്തമായ വഴികേടിലാണ്, പരാജയത്തിലാണെന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ. നോക്കണേ നിങ്ങൾ, ഇത് രണ്ടും ഖുർആൻ തരുന്ന മുന്നറിയിപ്പാണ്. വഴിപ്പെട്ടോ രക്ഷപ്പെടാം, ഇല്ലേ കഷ്ടപ്പെടാം. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈമാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ വിശ്വാസത്തിൽ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ഹബീബിനോടുള്ള സ്നേഹം എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ, അദ്ദിബു ഔലാദക്കും അലാ സലാസി ഖിസാൽ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് 3 കാര്യം പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ മക്കൾ വളർന്നു വരുന്ന സമയത്ത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതിൽ അള്ളാഹിൻ്റെ ഹബീബ് തന്നെ പറയുന്നുണ്ട്, ഒന്നാമതായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഹുബ്ബി നബിയിക്കും, അത് ഹബീബിനോടുള്ള സ്നേഹമാണ്. വഹുബ്ബി അഹ്ലി ബൈത്തി, ഹബീബായ മുത്തുനബിയുടെ സന്താന പരമ്പരകളിൽപ്പെട്ട സാദാത്യങ്ങളെ സ്നേഹിക്കാനും അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മളെ പഠിപ്പിക്കുകയാണ്. വഖിറാഅത്തിൽ ഖുർആൻ, പിന്നെ പരിശുദ്ധമായ ഖുർആൻ പാരായണത്തെയും പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് പറയുന്നുണ്ട് ഫഇന്ന ഹമലത്തൽ ഖുർആൻ യുളില്ലുഹുമുല്ലാഹു യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു, ഒരു തണലും തണൽ വിരിക്കാത്ത മഹ്ശറ സഭയിൽ എത്രയോ കോടാനകോടി പ്രകാശവർഷങ്ങൾക്കപ്പുറം സ്ഥിതി ചെയ്യുന്ന സൂര്യൻ 4 വിരലിൻ്റെ വ്യാസത്തിൽ നിന്ന് കത്തിയെരിയുമ്പോൾ അവിടെ ആ തണൽ നൽകാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ആ തണൽ പ്രത്യേകമായി നൽകുമെന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി പറയാണ്, നിങ്ങൾ മക്കൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആദ്യത്തെ പഠിപ്പ്, ആദ്യത്തെ വിദ്യാഭ്യാസം അത് പ്രവാചക സ്നേഹമാണ്. ഇതൊന്നും ഹബീബ് വെറുതെ പറഞ്ഞു പോയതല്ല.
അതുകൊണ്ട് നമ്മുടെ വിശ്വാസവുമായി ഇതിനെ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇമാം അബുൽ ഹസൻ അലി ഷാദുലി തങ്ങളും ഇമാം അബൂ ഹനീഫ തങ്ങളും അതുപോലെ തന്നെ മഹാനായ ഉവൈസുൽ ഖർണിയും അതുപോലെ തന്നെ വെളിയങ്കോട് മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കാളിയാരകത്ത് കാക്കത്തറവാട്ടിലെ കാരണവരായ ഉമർ ഖാദി തങ്ങളുമൊക്കെ റസൂലുള്ളാഹിനെ സ്നേഹിച്ച് ആ സ്നേഹത്തിൻ്റെ പ്രകടനത്തെ, അതിൻ്റെ പരിപോഷണത്തെ നമ്മളിലേക്ക് കാണിച്ചു തന്നതും, റസൂലുള്ളാഹിനോടുള്ള സ്നേഹം കൊണ്ട് റൗള ഷരീഫിൽ ചെന്നിട്ട് അടഞ്ഞു കിടക്കുന്ന റൗളയുടെ വാതിലുകൾ അവിടത്തെയുടെ ഖസീദ, അവിടത്തെയുടെ മദ്ഹ് ചൊല്ലിയിട്ട് തുറപ്പിച്ചിട്ടുണ്ട് മഹാനായ ഉമർ ഖാദി തങ്ങൾ. ആ ഉമർ ഖാദി തങ്ങൾ ലോകത്ത് അഷ്റഫുൽ ഖൽക്കായ ഇന്നത്തെ ഖുതുബയിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ വിശേഷണങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഹബീബായ റസൂലുള്ളാഹിൻ്റെ വിശേഷണങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അത്രയും വലിയ ഉന്നതമായ സ്ഥാനങ്ങളിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഉണ്ടായിട്ട് പോലും അയ്യുഹന്നാസ് ഊസിക്കും ഇബാദല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ശേഷം പറയുന്നുണ്ട്, ഇന്നഹു ലൈസ അഹദുൻ അക്റമ അലല്ലാഹി മിൻ നബിയ്യി, അള്ളാഹിൻ്റെ അടുക്കൽ ഹബീബിനോളം ബഹുമാനിക്കപ്പെടുന്ന ഒരാളുമില്ല. ആ ഹബീബായ തങ്ങളുടെ ജന്മദിനത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണെന്ന് ഒന്നിങ്ങനെ നോക്കി നോക്കാൻ നമ്മൾ പള്ളിൻ്റെ അവസ്ഥ. മാത്രമല്ല ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് വീണ്ടും പറയുന്നുണ്ട്, റസൂലുള്ളാഹി തങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരാളുമില്ല. വലാ അഷ്റഫ ഇൻദഹു മിൻ മുഹമ്മദിൻ നജിയിഹി വസഫി, ആ ഹബീബിൻ്റെ അടുക്കൽ മറ്റൊരാൾക്കും അവിടത്തെയുടെ പദവിയേക്കാളും വലിയൊരു പദവി ഒരിക്കലുമില്ല. കാരണം എന്താ? ഏറ്റവും വലിയ അഷ്റഫുൽ ഖൽഖാണ്, അഷ്റഫുൽ അംബിയ ആണ് ആര്? ഫഹ്മി വവസ്ലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ തങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് അവിടത്തെ സ്നേഹിച്ച മഹാരഥന്മാരൊക്കെ ഉമർ ഖാദി തങ്ങൾ നമ്മുടെ കേരളക്കരയിൽ നിന്ന് കാൽനടയായിട്ട് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനത്ത് ചെന്ന് നോക്കുമ്പോൾ റൗളയുടെ കവാടങ്ങൾ അടഞ്ഞു കിടക്കുക ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ റസൂലുള്ളാഹിൻ്റെ മദ്ഹ് ചൊല്ലിയിട്ട് അത് തുറക്കുകയാണ്. അവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ മദ്ഹ് ചൊല്ലായിട്ടല്ല, നമ്മൾ മൗലിദ് ഓതാഞ്ഞിട്ടല്ല, നമ്മുടെ ഈമാനിൻ്റെ വീര്യത്തെക്കുറിച്ച് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ട സമയത്താണ്. ഉമർ ഖാദി തങ്ങൾ ഹബീബായ റസൂലുള്ളാഹിൻ്റെ ചാര ചെന്നിട്ട് പറയാ, يا أكرم الكرماء على أعقابكم عمر الفقير المرتجي لجنابكم يرجو العطاء على البكاء لبابكم والدمع من خديه سال سجيما صلوا عليه وسلموا تسليما. എന്താ പറയുന്നത്? യാ അക്രമൽ ഖുറമാ അലാ അഖാബിക്കും, ആരെയൊക്കെ ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്നവരുണ്ടോ അവരെക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടേണ്ട നബിയേ, ആദരിക്കപ്പെടേണ്ട വിശിഷ്ട വ്യക്തിത്വങ്ങൾ ആരെല്ലാം ഉണ്ടോ അവരിലൊക്കെ ഏറ്റവും ആദരിക്കപ്പെടേണ്ടവരായ സമുന്നതരായ നബിയേ, യാ അക്രമൽ ഖുറമാ അലാ അഖാബിക്കും ഉമറുൽ ഫഖീറുൽ മുർത്തജി ലി ജനാബിക്കും, അങ്ങയുടെ കാൽപാദത്തിൻ്റെ ചുവട്ടിൽ ഫഖീറായ ഉമർ ഇതാ വന്നിരിക്കുന്നു. ആരാ ഉമർ ഖാദി? നമ്മുടെ നാട്ടിൽ വെള്ളക്കാർ വന്നിട്ട് നികുതി ചോദിച്ചപ്പോൾ ആ നികുതിയെ നിഷേധിക്കാൻ വേണ്ടി പോരാടിയിട്ട് സമരം ചെയ്ത മഹാനാണ് ആര്? ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉമർ ഖാദി. അങ്ങനത്തെ ഉമർ ഖാദി തങ്ങൾ പറയാണ്, ഫഖീറായ പാവപ്പെട്ട ഉമർ ഇതാ വന്നിരിക്കുന്നു. എന്തിനാ വന്നത്? ഉമറുൽ ഫഖീറുൽ മുർത്തജി ലി ജനാബിക്കും, അങ്ങയുടെ ചാര വന്നത് എന്താ ആഗ്രഹിച്ചിട്ടാണെന്നറിയോ? യർജുൽ അതാ അലൽ ബുകാഇ ലി ബാബിക്കും, അങ്ങയുടെ ഈ വാതിൽക്കൽ വന്നുകൊണ്ട് കരയുന്നത് ഫഖീറായ ഉമറാണ്. നാളെ ആഖിറ ലോകത്ത് മഹ്ശറാവൻ സഭയിൽ അങ്ങ് ശഫാഅത്ത് ചെയ്യുമ്പോൾ ഈ പാവപ്പെട്ട ഉമറിനെ കൂടി അതിൽ ഉൾപ്പെടുത്തണേ എന്ന ആ ശഫാഅത്തൊന്ന് ആവശ്യപ്പെടാൻ വേണ്ടിയാണ് ഈ പാവപ്പെട്ട ഉമർ വന്നിട്ടുള്ളത് എന്ന് തുടങ്ങിയ എത്രയോ വരികളുള്ള ആ കാവ്യം അങ്ങ് പാടിത്തീർന്നപ്പോഴേ സുബ്ഹാനല്ലാഹ് റൗള ഷരീഫിന്റെ 2 കവാടങ്ങളും താനെ തുറക്കപ്പെടുകയാണ്. ആ മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഏകദേശം നമ്മിൽ നിന്നൊരു 10-30 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള വെളിയങ്കോടാണ്. അവരൊക്കെ അങ്ങനെ സ്നേഹിച്ചവരാ. ഉവൈസുൽ ഖർണിയെക്കുറിച്ച് നമ്മൾ ആദ്യത്തെ മൗലിദിന്റെ ദിവസം പറഞ്ഞല്ലോ. മഹാനവറുകൾ റസൂലുള്ളാഹിന്റെ പല്ല് പൊട്ടി എന്ന വാർത്ത അറിഞ്ഞപ്പോൾ
ഏത് പല്ല പൊട്ടിയതെന്ന് മഹാനായ ഉവൈസ് തങ്ങൾക്കറിയില്ല. കല്ലെടുത്തിട്ട് തൻ്റെ വായിലുള്ള പല്ലുകൾ മുഴുവനും കുത്തിച്ചതച്ച് പുറത്തേക്കിട്ടു. ആര്? മഹാനായ ഉവൈസുൽ ഖർനി. ആ ഉവൈസുൽ ഖർനിയെ നാട്ടുകാർ ഒരു സ്ഥാനവും കൊടുത്തിരുന്നില്ല. മുടി ജടപിടിച്ച് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് വളരെ ദരിദ്രനായ, ആരും പരിഗണിക്കാത്ത ഒരു പേക്കോലം പോലെ ആര്? മഹാനായ ഉവൈസുൽ ഖർനി. ആ ഉവൈസുൽ ഖർനി തങ്ങളെ പറ്റിയാണ് അള്ളാൻ്റെ ഹബീബ് മദീനത്തിരുന്നിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞത്. സ്വഹാബ അബൂബക്കർ തങ്ങളെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോടും അബൂബക്കർ സിദ്ദീഖ് തങ്ങളോടുമായിട്ട് പറയാണ്, സ്വഹാബത്തെ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട എൻ്റെ കാലഘട്ടത്തിൽ നിങ്ങളൊരാളെ കണ്ടുമുട്ടും. ആ കണ്ടുമുട്ടുന്നയാൾ വളരെ പാവപ്പെട്ട മനുഷ്യനായിരിക്കും. പക്ഷെ ആ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ചില അടയാളങ്ങളും ലക്ഷണങ്ങളുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, അങ്ങനെ ഒരാളെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യാൻ പറയണേ. അള്ളാഹുവിൻ്റെ ഹബീബ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാനുള്ള അത്രയും വലിയ ഉന്നതമായ സ്ഥാനത്തേക്ക് ഉവൈസ് തങ്ങളെ പൊന്തിച്ചത് അത് ഹബീബിനോടുള്ള അടങ്ങാത്ത അനുരാഗമാണ്, അടങ്ങാത്ത മഹബത്താണ്. കാരണം കച്ചവട യാത്രക്കാർ ഷാമിലൂടെ കടന്നു പോകുമ്പോൾ, കറൻ അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ, യമനിൻ്റെ കറനങ്ങാടിയിലൂടെ കച്ചവടക്കാർ നടന്നു പോകുമ്പോൾ ഒരു ഭ്രാന്തനെ പോലെ ഉവൈസ് വന്നിട്ട് ചോദിക്കുമത്രേ, ഹൽ മിൻ മദീന, നിങ്ങളിൽ മദീനക്കാരുണ്ടോ? നിങ്ങളിൽ മദീനക്കാരുണ്ടോ? ആളുകൾ പറയും, ഇല്ല, ഞങ്ങൾ മദീനക്കാരല്ല. ഉവൈസ് തിരിച്ചു പോകും. വീണ്ടും അടുത്ത യാത്രാ സംഘം വരുമ്പോൾ ഹബീബിനോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ട് ഉവൈസ് വന്നിട്ട് വീണ്ടും ചോദിക്കും, നിങ്ങളിൽ മദീനക്കാരുണ്ടോ? ആരെങ്കിലും ഒരാൾ പറയാണ്, അതേ, ഞങ്ങൾ മദീനക്കാരാണെന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ ഹബീബിൻ്റെ പ്രിയപ്പെട്ട ഉവൈസ് തങ്ങൾ ചെന്നുകൊണ്ട് നേരെ ഓടിച്ചെന്നിട്ട് ആ മദീനക്കാരനായ മനുഷ്യനെ കെട്ടിപ്പിടിച്ചിട്ട് ഖബ്ബലഹു വആനഖഹു ഖബ്ബലഹു ബൈന ഐനൈ, അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണിൻ്റെ ഇടയിൽ ചുംബിക്കുകയാണ്. എന്നിട്ട് ഉവൈസ് കാട്ടിക്കൂട്ടുന്ന ഈ ഒരു ഭ്രാന്തമായ സ്നേഹം കാണുമ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്ന, എന്താ ഉവൈസെ അങ്ങേക്ക് പറ്റിയത്? ആ സമയത്ത് മഹാനായ ഉവൈസ് തങ്ങൾ പറഞ്ഞത്, എനിക്ക് ഭ്രാന്തല്ല, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, എൻ്റെ ബുദ്ധിയുടെ സ്ഥിരത നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ആ മനുഷ്യനെ ഞാൻ ചുംബിക്കുന്നത് ആ മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ടല്ല, ആ മനുഷ്യൻ്റെ കണ്ണെൻ്റെ ഹബീബിൻ്റെ മദീന കണ്ട കണ്ണാണ്, അതുകൊണ്ടാണ് ഞാൻ ചുംബിക്കുന്നത് എന്ന് പറഞ്ഞ മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു. അവരൊക്കെ സ്നേഹിച്ചത് അത് ബിദ്അത്തായിട്ടല്ല, അവരൊക്കെ സ്നേഹിച്ചത് അവർക്ക് കുടുംബത്തിൽ ബിസിയില്ലാഞ്ഞിട്ടല്ല, അവർക്ക് ജീവിക്കാനുള്ള വകുപ്പുകൾ ഉണ്ടായിട്ടല്ല. അവരൊക്കെ എല്ലാത്തിൻ്റെയും ഇടയിൽ ഹബീബിനെ അറിയാനും ഹബീബിനെ കേൾക്കാനും ഹബീബിനെ പറഞ്ഞു കൊടുക്കാനും പറയുന്നത് അറിയാനും സമയം കണ്ടെത്തിയവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഹബീബായ തങ്ങളോടുള്ള സ്നേഹം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിനെ സ്നേഹിക്കാനും അവിടുത്തെ മേൽ ധാരാളം സ്വലാത്തുകൾ ചെല്ലാനും നമുക്കെല്ലാവർക്കും തൗഫീക്ക് തരട്ടെ. ഒരു മനുഷ്യന് സ്വലാത്ത് ദായിമാക്കി കഴിഞ്ഞാൽ എത്രയോ സ്വലാത്തുകളുണ്ട്, വ്യത്യസ്തങ്ങളായ സ്വലാത്തുകളുണ്ട്. ഏത് സ്വലാത്തുകളും ശ്രേഷ്ഠതയുള്ളതാണ്. ഈ സ്വലാത്തുകളൊക്കെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങളാണ്. ഖബറിൽ കിടക്കുന്ന ഖബറാളിയുടെ പ്രയാസങ്ങൾ പോലും അള്ളാഹിൻ്റെ ഹബീബ് തീർത്തു കൊടുത്തിട്ടുണ്ട്. ഇവരൊന്നും ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ അറിയാഞ്ഞിട്ടല്ലല്ലോ, അബദ്ധത്തിൽ പോയി ചാടിയതല്ലല്ലോ, റസൂലുള്ളാഹി തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് സ്നേഹിച്ചവരാണ്. ആ ഒരു സ്നേഹത്തിൻ്റെ കണിക അള്ളാഹു നമ്മുടെ കൽബിലും തരട്ടെ. അതുകൊണ്ട് അതുമായി ബന്ധപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലൊക്കെ സജീവമാവുക, അത്രേ ആകത്തുക പറയാനുള്ളൂ. അതിന് കുറച്ച് ആൾക്കാർ അവിടെ ഏൽപ്പിച്ച് അതുവരങ്ങനെ നടത്തിക്കോളും എന്നില്ല. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർവ്വലോകത്തിനും സർവ്വലോകത്തുള്ളവർക്കും അനുഗ്രഹമായിട്ടാണ്. അതുകൊണ്ടാണല്ലോ അവിടുത്തെ പ്രകീർത്തനങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, നബിയെ സർവ്വലോകങ്ങൾക്കും അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങയെ നിയോഗിച്ചിട്ടില്ല. ഇതൊന്നും പരിശുദ്ധമായ ഖുർആൻ വെറുതെ പറഞ്ഞതല്ല. മാത്രമല്ല, സ്വലാത്ത് എന്ന് പറയുന്നത് ഹജ്ജ് അള്ളാഹു ചെയ്ത് കാണിച്ചിട്ടില്ല, നിസ്കാരം അള്ളാഹു ചെയ്ത് കാണിച്ചതല്ല, നോമ്പ് പടച്ചറപ്പ് അനുഷ്ഠിച്ച് കാണിച്ചു തന്നതല്ല. എന്നാൽ ഖുർആൻ പറഞ്ഞു, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഞാനും എൻ്റെ പരകോടി മലായികത്തുകളും അള്ളാഹിൻ്റെ ഹബീബിൻ്റെ മേൽ സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി, നന്മക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും എൻ്റെ മലക്കുകളും
എന്നിട്ട് പറയാണ്, അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, ഏത് വലിയ തമ്മാടിയാണെങ്കിലും ഒരു വക്ത് നിസ്കാരം ജീവിതത്തിൽ നിസ്കരിക്കാത്ത മനുഷ്യനാണെങ്കിലും അവനെയും പരിശുദ്ധ ഖുർആൻ അഭിസംബോധനം ചെയ്യുന്നത് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസി എന്നാണ്. ആ വിശ്വാസത്തിൻ്റെ കണിക അവൻ്റെ ഹൃദയത്തിൻ്റെ അന്തരംഗത്തുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. പക്ഷെ അത് കത്തിച്ച് ആളി പടർത്തിയിട്ട് ജീവിതത്തിൽ പകർത്തേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമാണ്. അള്ളാഹു അതിന് തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹബീബിനെ മാറ്റി വെച്ചിട്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, രക്ഷപ്പെടാൻ പറ്റൂല. നമ്മുടെ ഈമാനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നൊരു പ്രേമമാണ് ഏത്? മഹബ്ബത്തുർ റസൂൽ. അതുകൊണ്ടാണല്ലോ മഹാനായ ഷാദുൽ ഇമാം തങ്ങൾ പറഞ്ഞത്, ആ വാക്കൊക്കെ പറയുമ്പോൾ നമ്മൾ അന്തം വിടും. ലൗ ഗാബ അന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വർഫത ഐനിൻ ലമഅദതു നഫ്സി മിനൽ മുസ്ലിമീൻ. കണ്ണിങ്ങനെ ഇമ വെട്ടി തുറക്കുന്ന സമയമുണ്ടല്ലോ, ആ വളരെ സെക്കൻഡ്, മില്ലി സെക്കൻഡ് സമയം റസൂലുള്ളാഹ് എന്ന ചിന്ത എൻ്റെ കൽബിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ പിന്നെ എന്നെ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ പരിഗണിക്കേണ്ടതില്ല. നമുക്ക് പറ്റുമോ? പറ്റൂല. നമുക്ക് 24 മണിക്കൂറിൻ്റെ സകല നിമിഷങ്ങളെയും ഹബീബ് എന്നൊരു ചിന്ത നമ്മുടെ കൽബിലേക്ക് കൊണ്ടുവന്നിട്ടാണോ നമ്മൾ നടക്കുന്നത്? അല്ല. നമുക്ക് 100 കൂട്ടം കാര്യങ്ങളുണ്ട്. പക്ഷെ അവരും ജീവിച്ചു, അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു. ആ കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിലും അവർ പറയുകയാണെന്ത്? കണ്ണൊന്ന് വെട്ടിത്തുറക്കുന്ന ആ മില്ലി സെക്കൻഡ് സമയം അള്ളാഹിൻ്റെ ഹബീബിനെ കുറിച്ചുള്ള ചിന്ത എൻ്റെ കൽവിൽ നിന്ന് മാഞ്ഞുപോയാൽ എന്നെ മുസ്ലിമായിട്ട് പരിഗണിക്കേണ്ടതില്ല. അപ്പോൾ എന്താണ് പ്രവാചക സ്നേഹം? അത്രയും ഗ്യാരണ്ടി ഉണ്ടായതുകൊണ്ടാണല്ലോ അങ്ങനെ പറയണത്. അതുകൊണ്ട് അതാണ് സ്നേഹമെന്ന് പറയുന്നത്. ആ ഒരു സ്നേഹത്തിലേക്കെത്താൻ അള്ളാഹുവെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റുന്നാണ്. الحمد لله رب العالمين الذي جعلنا من أمة محمد صلى الله عليه وسلم حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الرحمن يا الملك الجبار يا രാജാതി രാജനായ അല്ലാഹ്, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമൊക്കെ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. 2 ലോകത്തേക്കും ഉപകാരപ്പെടും വിധം സമ്പൂർണ്ണമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഈ പരിശുദ്ധമായ മജ്ലിസിൽ പങ്കെടുത്തതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹബീബിൻ്റെ ശഫാഅത്ത് ലഭിക്കുന്ന മുഖ്ലിസീങ്ങളിൽ ഞങ്ങൾ പെടുത്തണേ അല്ലാഹ്, മുഅ്മിനീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. അള്ളാഹുവെ, ഹബീബിൻ്റെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ. ഹബീബിൻ്റെ തിരുക്കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസർ എന്ന പുണ്യ തീർത്ഥം വാങ്ങി കുടിക്കാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബെ. ഈ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകൾക്കും ഭാഗ്യം നൽകണം റഹ്മാനെ. അള്ളാഹുവെ, ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർക്ക് ഭാഗ്യം നൽകണം റഹ്മാനെ. ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. അള്ളാഹുവെ, സാഹിര്യങ്ങളെ സുഹിറിനെ തൊട്ട്, ആയിനീങ്ങളെ ഐനിനെ തൊട്ട്, നമ്മാമിങ്ങളെ നമീമത്തിനെ തൊട്ടൊക്കെ ഞങ്ങളെ കാക്കണം റഹ്മാനെ. ഞങ്ങളോട് ബന്ധപ്പെട്ടവരെ കാക്കണം റഹ്മാനെ. അള്ളാഹുവെ, പരിശുദ്ധമായി മജ്ലിസിൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നു റബ്ബെ, മാരകമായ രോഗങ്ങളൊന്നും ഞങ്ങൾക്ക് തരല്ല റഹ്മാനെ. അള്ളാഹുവെ, തീരാത്ത കടങ്ങൾ ഞങ്ങൾക്ക് തരല്ല അള്ളാഹുവെ, ഞങ്ങളുടെ സമ്പത്ത് മുഴുവനും വിറ്റ് പെറുക്കി ചികിത്സിച്ചാലും ശിഫ കിട്ടാത്ത രോഗങ്ങളൊന്നും തന്നുകൊണ്ട് പാവങ്ങളായ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങളോട് ബന്ധപ്പെട്ടവരെ പരീക്ഷിക്കല്ല റഹ്മാനെ. ഒരു നേരത്തെ ചികിത്സക്ക് പോലും വകയില്ലാതെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അള്ളാഹുവെ, നീ ശിഫ കൊടുക്കണം റഹ്മാനെ. സലാമത്ത് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, സലാമത്ത് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, സലാമത്ത് നൽകണം റഹ്മാനെ. അള്ളാഹുവെ, അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അള്ളാഹുവെ, പൊടുന്നനെയുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാവരുടെയും രോഗങ്ങൾക്ക് ശിഫ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. ഭാര്യ സന്താനങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങളുടെ ഭാര്യമാരിൽ പലരും ഗർഭിണികളുണ്ട് റഹ്മാനെ. അള്ളാഹുവെ, സുഖപ്രസവം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ സഹോദരിമാർ ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, പ്രയാസപ്പെടുത്തല്ല തമ്പുരാനെ. അള്ളാഹുവെ, ഞങ്ങൾ പഠിക്കുന്ന കാലം തൊട്ട് ഞങ്ങൾക്ക് ഭക്ഷണം തന്ന, ഞങ്ങളെ സ്നേഹിച്ച, ഞങ്ങളെ സഹായിച്ച പലരും ഇന്ന് ഖബറിലാണ്. അവരുടെ ബർസഖിയായ ജീവിതം നീ നന്നാക്കണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവെ, വിനീതൻ ഭക്ഷണം കഴിച്ചിരുന്ന വീട്ടുകാരൻ അപകടത്തിൽപ്പെട്ട് അൽമാസ് ഹോസ്പിറ്റലിലാണ്. സലാമത്താക്കണേ റഹ്മാനെ. ആഫിയത്ത് നൽകണേ റഹ്മാനെ. വിഷമിപ്പിക്കല്ല അല്ലാഹ്. പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ.
അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ട പലരും ഞങ്ങളുടെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് അന്തിവിശ്രമം കൊള്ളുന്നുണ്ട്. അവിടൊക്കെ ബർസഖിയായ ജീവിതം നീ റാഹത്തിലാക്കണേ അല്ലാഹ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഖൈറ് നൽകണം റഹ്മാനെ. വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടി പോയവരുണ്ട് അള്ളാഹുവെ, പ്രയാസപ്പെടുത്തല്ല റഹ്മാനെ. ജോലി എളുപ്പമാക്കണേ റഹ്മാനെ. ഭാഷ പഠിച്ച് സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അവർക്ക് അവസരം നൽകണം റഹ്മാനെ. അള്ളാഹുവെ, കടലിലേക്ക് അന്നം തേടിപ്പോകുന്നവർക്ക് അള്ളാഹുവെ നിൻ്റെ റിസ്ഖിൻ്റെ ബാബുകളൊക്കെ തുറന്നു കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവെ, നിൻ്റെ റിസ്ഖിൻ്റെ ബാബുകളൊക്കെ തുറന്നു കൊടുക്കണേ റഹ്മാനെ. പടച്ചോനെ, നിന്നോടല്ലാതെ ഞങ്ങൾക്കൊരാളോടും ചോദിക്കാനില്ല. ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നിന്നിലേക്ക് കരങ്ങൾ ഉയർത്താൻ ഞങ്ങൾ നാണിച്ചു പോവുകയാണ്. എല്ലാത്തിനും മതത്തിൻ്റെ സകല പരിധികളും ലംഘിക്കുന്നൊരു തലമുറയിലാണ് പടച്ചോനെ ഞങ്ങൾ ജീവിക്കുന്നത്. ഇന്നിങ്ങോട്ട് വരുന്നതിൻ്റെ ഇടയിൽ പല സ്കൂളിൻ്റെ ക്യാമ്പസുകളിലും മുസ്ലിം സഹോദരൻ, മുസ്ലിം മക്കൾ, പെൺകുട്ടികളൊക്കെ മതത്തിൻ്റെ വേലിക്കെട്ടുകൾ തകർത്തെറിയുന്ന വിധത്തിൽ ആഭാസങ്ങളും നൃത്തങ്ങളും ഒച്ചപ്പാടുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവെ പടച്ചോനെ, ഞങ്ങളെ ഈമാൻ നീ നഷ്ടപ്പെടുത്തല്ല റഹ്മാനെ. ഞങ്ങളെ മക്കളെ കൊണ്ട് ഞങ്ങളെ ഈമാൻ നഷ്ടപ്പെടുന്നൊരവസ്ഥ ഞങ്ങൾക്ക് തരല്ല റബ്ബേ. അള്ളാഹുവെ, എല്ലാം മറ്റു മതസ്ഥരിൽ നിന്ന് നമ്മൾ ഏറ്റെടുക്കുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് ജീവിച്ചു പോകുന്നത്. എല്ലാത്തിനും ആഘോഷങ്ങളാണ്. ഒരു കുഞ്ഞ് ജനിച്ചാൽ, ഒരു കുഞ്ഞ് മരിച്ചാൽ, ഒരു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ വന്നാൽ, വിവാഹ വാർഷികം വന്നാൽ, എല്ലാറ്റിനെയും ദീനിനെ പൊളിച്ചെടുക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പടച്ചോനെ, ഈമാൻ പാമ്പ് മാളത്തിലേക്ക്, അൽ ഈമാനു യഹ്രിസു ഇലൽ മദീന കമാ തഹ്രിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ എന്നാണ്. പാമ്പ് മാളത്തിലേക്ക് തിരിച്ചു കടക്കുന്നത് പോലെ ഈമാൻ മദീനയിലേക്ക് തന്നെ തിരിച്ചു പോകുമെന്നാണ്. പടച്ചോനെ, അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അള്ളാഹുവെ, നീ ഞങ്ങളെ കാക്കണേ റബ്ബേ. ഞങ്ങളെ ഈമാൻ നഷ്ടപ്പെടുത്തല്ല റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളെ പള്ളിയിൽ നടക്കാൻ പോകുന്ന മൗലിദിലേക്കും അതിൻ്റെ അന്നദാനത്തിലേക്കും ഒക്കെ സംഭാവന തന്നവരുണ്ട്, അരി തന്നവരുണ്ട്, മാംസത്തിലേക്ക് പൈസ തന്നവരുണ്ട്, പള്ളിയുടെ ഷീറ്റിൻ്റെ വർക്കിലേക്കും പള്ളിയുടെ പണിയിലേക്കും ഒക്കെ സംഭാവന നൽകിയവരുണ്ട്. അള്ളാഹുവെ, സ്വീകരിക്കണം റഹ്മാനെ, സ്വീകരിക്കണം റഹ്മാനെ. അള്ളാഹുവെ, കബൂലാക്കണേ റഹ്മാനെ. ചെറുതും വലുതുമായി തന്നതൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, മഹല്ലത്തിൽ ഖൈർ നിലനിർത്തണം റഹ്മാനെ. ഇസ്സത്ത് നിലനിർത്തണേ റഹ്മാനെ. റാഹത്തിലാക്കണേ അള്ളാഹ്. സൗഹാർദ്ദം നിലനിർത്തണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളെ നീ കബൂലാക്കണേ അള്ളാഹ്. ഹബീബിനെ സ്നേഹിക്കുന്ന മുഹിബ്ബീങ്ങളിൽ, ആശിഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ. ഹബീബിൻ്റെ മേൽ ധാരാളം സ്വലാത്തുകൾ ചെല്ലാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. മഹാന്മാരൊക്കെ ഹബീബിനെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ ഞങ്ങൾക്കും ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കും നീ ഭാഗ്യം നൽകണം റഹ്മാനെ. ഹബീബിനെ സ്നേഹിച്ച് ഹബീബിൻ്റെ വിയോഗത്തിൻ്റെ ശേഷം മദീനയിൽ നിൽക്കാൻ സാധിക്കാതെ മദീന വിട്ടുപോയ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു, സയ്യിദനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു മദീന വിട്ടുപോയത് ഹബീബിനോടുള്ള സ്നേഹം മനസ്സിൽ താങ്ങാൻ സാധിക്കാതെ ഹബീബില്ലാത്ത മദീനയിൽ ഇനി ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഹബീബ് സ്വപ്നത്തിലൂടെ വന്നിട്ട്, ബിലാലെ എന്നോട് പിണങ്ങിയോ എന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിലൂടെ ബിലാൽ തങ്ങളോട് ചോദിക്കുകയാണ്. അവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആരൂഢമൂലമായ ബന്ധമാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബിലാലെ എന്നോട് പിണങ്ങിയോ, മദീനയോട് പിണങ്ങിയോ എന്ന് ഹബീബ് സ്വപ്നത്തിൽ വന്ന് ബിലാൽ തങ്ങളോട് ചോദിക്കുമ്പോൾ അവർ തമ്മിലുള്ള സ്നേഹം എത്രയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഹബീബായ മുത്തുനബിയും അവിടത്തെയുമായിട്ട് ഹിറാ ഗുഹയിലിരിക്കുമ്പോൾ പാമ്പ് കാലിൽ കൊത്തിയപ്പോൾ പോലും ഹബീബിൻ്റെ ഉറക്കുണരുമോ എന്ന് പേടിച്ച് ആ വേദനയും പ്രയാസവും സഹിച്ച സിദ്ദീഖുൽ അക്ബർ തങ്ങൾ എങ്ങനെയാണ് ഹബീബിനെ സ്നേഹിച്ചത്. അള്ളാഹുവെ, അവരൊക്കെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനെ. ആ ഹബീബിൻ്റെ ചാര ചെന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് സലാം പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനെ. അള്ളാഹുവെ, മദീന കാണാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്. മദീന കാണാതെ ഞങ്ങളെ മരിപ്പിക്കല്ല റഹ്മാനെ. മദീന കാണാതെ ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാഹ്. ഹറമൈനി ഷരീഫൈനി കാണാതെ ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ഹബീബ് തവാഫ് ചെയ്ത മത്താഫിൽ, മഹാന്മാരാകുന്ന സ്വഹാബത്ത് തവാഫ് ചെയ്ത മത്താഫിൽ അള്ളാഹുവെ, ഞങ്ങൾ കുഞ്ഞുനാൾ തൊട്ട് തിരിഞ്ഞ് നിസ്കരിച്ച് ഞങ്ങളെ ഖിബ്ലയാകുന്ന പരിശുദ്ധ കഅബം കണ്ടു മരിക്കാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. മരിക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവെ കഅബ ഷരീഫിൽ ഞങ്ങളെ എത്തിക്കണം റഹ്മാനെ. അള്ളാഹുവെ, എത്തിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, അതിനുള്ള സാമ്പത്തിക വഴികളൊക്കെ നീ തുറന്നു നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, പലരും രോഗികളുണ്ട്, ശിഫയും സലാമത്തും നൽകണേ റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കൊക്കെ നീ ശിഫ നൽകണേ റഹ്മാനെ. നമ്മുടെ പള്ളിയുടെ ചുറ്റുഭാഗം
ഭാഗത്ത് രോഗികളായ എത്രയോ സഹോദര സഹോദരിമാരുണ്ട്. ആഫിയത്ത് നൽകണേ റഹ്മാനെ, സിഹത്ത് നൽകണേ റഹ്മാനെ. അതുപോലെ മാതാപിതാക്കൾക്ക് വേണ്ടിയും മാതാപിതാക്കളുടെ രോഗം ശിഫയാകാൻ വേണ്ടിയും ജോലിയിൽ ബറക്കത്തുണ്ടാകാനൊക്കെ പറഞ്ഞ് പള്ളിയിലേക്ക് സംഭാവന നൽകിയവരുണ്ട്. സ്വീകരിക്കണേ റഹ്മാനെ, കബൂൽ ചെയ്യണേ അള്ളാഹുവെ. ഞങ്ങളെ എല്ലാവരെയും നീ ഏറ്റെടുക്കണം റഹ്മാനെ, പരാജയപ്പെടുത്തല്ല റബ്ബേ. ഞങ്ങളൊക്കെ ഇൽമും അമലും കുറഞ്ഞവരാണ് റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്ന അമലിലെ പോരായ്മകളൊക്കെ നീ പരിഹരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളെ പരാജിതരാക്കല്ല റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളെ ശരീരം മണ്ണോട് ചേരുന്ന ആ ഒരവസ്ഥ അള്ളാഹുവെ ആ സമയത്ത് ഹബീബിൻ്റെ കാവൽ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. അവിടുത്തെ തണൽ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഹബീബ് ഞങ്ങളെ ഖബറിൽ വരവേൽക്കുന്നൊരവസ്ഥ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. അള്ളാഹുവെ മരിക്കുന്ന സമയത്ത് ഹബീബിൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാഹ്. സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് മരിക്കുന്നവരിൽ പെടുത്തണം റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളെ പരാജയപ്പെടുത്തല്ല റബ്ബേ. അള്ളാഹുവെ ഈ നിൽക്കുന്ന ഓരോരുത്തരുടെ മനസ്സിലും നേർന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട് പടച്ചോനെ, അതൊക്കെ നീ പരിഹരിക്കണേ അല്ലാഹ്. മക്കളുമായി ബന്ധപ്പെട്ട് വിഷമിക്കുന്നവർ, വീട് പണിയുമായി ബന്ധപ്പെട്ട് വിഷമിക്കുന്നവർ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വിഷമിക്കുന്നവർ, ഏത് വിഷമമാണെങ്കിലും പടച്ചോനെ എല്ലാം നീ പരിഹരിക്കണേ അല്ലാഹ്. നിൻ്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനെ. ഹറാമിലേക്ക് എത്തുന്നൊരവസ്ഥ ഞങ്ങൾക്ക് തരല്ല റഹ്മാനെ. ഹറാമിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഈമാനും ഇഖ്ലാസും ഹിദായത്തും ഞങ്ങൾക്കെല്ലാം എല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ. ഹബീബായ മുത്തനബിയുടെ ജന്മമാസമായ പരിശുദ്ധ റബീഉൽ അവ്വലിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. പടച്ചോനെ നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങളെ നീ ഖായിബാക്കല്ല റഹ്മാനെ. നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങളെ നീ ഖായിബാക്കല്ല റബ്ബേ. അല്ലാഹുവെ നീ സ്വീകരിക്കണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി.